ഒരു സിനിമയിലെ കഥാപാത്രം ഉപയോഗിച്ച ഡ്രസ്സ് മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കയ്യിലുള്ള ഡ്രസ്സുകളാണ് മറ്റു സിനിമയിലും അവർ ഉപയോഗിച്ചത്. ഒരു സിനിമയിൽ ഉപയോഗിച്ച വസ്തുക്കളും മറ്റു സിനിമകളിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില വസ്തുക്കളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അതിൽ ചിലത് സിനിമയ്ക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഫിക്ഷണൽ പ്രൊഡക്റ്റുകളാവാം, ചില യഥാർത്ഥ വസ്തുക്കളുമാകാം. 2004 ഉദയ് കൃഷ്ണ CBK തോമസ് എഴുതി ജോഷി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് റൺവേ. ആ സിനിമയിലെ വാളയാർ പരമശിവം എന്ന ദിലീപ് കഥാപാത്രം ഏറെ പ്രശസ്തമാണ്. ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഒരു രംഗമാണിത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ചു നടക്കാം. ഈ ഒരു രംഗത്ത് ജഗതിയുടെ പിന്നിലായി കാണിക്കുന്ന മലയാള മനോരമയുടെ ഒരു കലണ്ടർ നിങ്ങൾ കാണുന്നില്ലേ? ഇതേ ഒരു കലണ്ടർ ഇതിനു മുമ്പും നാം മറ്റൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതേ വർഷം ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലായിരുന്നു ആ കലണ്ടർ നാം കണ്ടത്. തന്നെ അവനെ അറിയണം. ആ സിനിമയിൽ നയൻതാരയുടെ കഥാപാത്രം കലണ്ടറിൽ 8 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നതായി കാണാം. അതേ കലണ്ടർ തന്നെയാണ് റൺവേയിലും നാം കാണുന്നത്. ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഒരേ സ്ഥലത്ത് വെച്ചായിരിക്കാം ഈ 2 രംഗങ്ങളും ഷൂട്ട് ചെയ്തത്. ആദ്യ സിനിമയിൽ ഉപയോഗിച്ച പ്രോപ്പർട്ടി രണ്ടാമത്തെ സിനിമയിലും വന്നുപോയതായിരിക്കാം. 1993 ശ്രീനിവാസൻ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ഉർവശി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മിഥുനം. സേതു എന്ന മോഹൻലാൽ കഥാപാത്രം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുറക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് സിനിമ പറയുന്നത്. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ, വരാൻ പറയും. ആ സിനിമയിലെ ഒരു ഫിക്ഷണൽ പ്രൊഡക്റ്റാണ് ദാക്ഷായണി ബിസ്ക്കറ്റ്. മറ്റു ചില സിനിമകളിലും ആ പ്രൊഡക്റ്റിനെ കുറിച്ചും ആ ഫാക്ടറിയെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. 2014 M. പത്മകുമാർ എഴുതി കുഞ്ചാക്കോ ബോബൻ, ഭാവന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പോളിടെക്നിക്. ആ ഒരു സിനിമയിലെ ഈ ഒരു രംഗത്ത് ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദാക്ഷായണി ബിസ്ക്കറ്റ്സ്. ലോകത്താരെങ്കിലും ബിസ്ക്കറ്റ് കമ്പനിക്ക് ദാക്ഷായണി എന്ന് പേരിടും? രാഷ്ട്രീയ പാർട്ടിക്കാർ സമരം ചെയ്ത് അടച്ചിട്ട ഒരു ഫാക്ടറി എന്ന നിലയിലാണ് ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറിയെ കുറിച്ച് കാണിക്കുന്നത്. ടൊവിനോ തോമസ് ചിത്രം മിന്നൽ മുരളിയിലും ദാക്ഷായണി ബിസ്ക്കറ്റ് കാണിക്കുന്നുണ്ട്. ജെയ്സൺ റിംഗ് എറിഞ്ഞ് സമ്മാനമായി നേടുന്ന ബിസ്ക്കറ്റ് ദാക്ഷായണി ബിസ്ക്കറ്റാണ്. മിഥുനം സിനിമയുടെ റെഫറൻസായി ബേസിൽ ദാക്ഷായണി ബിസ്ക്കറ്റ് കാണിച്ചതാണ്. 1991 കലൂർ ഡെന്നീസ് എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മുകേഷ്, ഉർവശി, പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് സൗഹൃദം. ആ ഒരു സിനിമയിലെ മുകേഷിന്റെ ഒരു ഇൻട്രോ രംഗമാണിത്. ഈ ഒരു രംഗത്തിൽ കാണിച്ചിരിക്കുന്ന മുകേഷിന്റെ കാർ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? KBV 4600 എന്ന നമ്പറുള്ള ആ കാർ സിനിമയിലുടനീളം കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാർ പ്രശസ്തമായ മറ്റൊരു സിനിമയിൽ ശ്രീ മോഹൻലാലിന്റെ ഇൻട്രോയിൽ കാണിച്ച കാറാണ്. 20-ാം നൂറ്റാണ്ടിലെ സാഗർ എലിയാസ് ജാക്കിയുടെ ഇൻട്രോയിലും ഇതേ കാർ തന്നെയാണ് ഉപയോഗിച്ചത്. KBV 4600 ബ്ലൂ മാരുതി. Mind your words. I am a bona fide passenger. What do you want? 20-ാം നൂറ്റാണ്ടിലെ ആ ഒരു രംഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ നമ്പർ മാറിപ്പോകുന്നതിനെ കുറിച്ച് നാം മൂവി മിസ്റ്റേക്ക് എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ആ സിനിമയിൽ ഉപയോഗിച്ച 4600 എന്ന കാർ തന്നെയാണ് സൗഹൃദം സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഒരേ വാഹനങ്ങൾ പല സിനിമകളിലുമായി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. 2013 റിലീസ് ചെയ്ത ചിത്രമാണ് ഫിലിപ്പ് ആൻഡ് ദി മങ്കി പെൻ. എടാ, ഞാൻ പറഞ്ഞത് സത്യം. പക്ഷേ ഈ കൊരങ്ങന്റെ വാലോലത്തെ പേന നിന്റെ ഹോംവർക്ക് ചെയ്തെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ ഞങ്ങളെ അത്ര മണ്ടന്മാരല്ല. 2014 മോഹൻലാൽ ചിത്രം പെരുച്ചാഴിയിൽ അതേ കഥാപാത്രങ്ങളോടൊപ്പം മങ്കി പെണ്ണും നമുക്ക് കാണാം. ഒരു ബോളിൽ 8 റൺ. ഞാൻ നോ ബോൾ അറിയെന്ന് വിചാരിക്കണ്ട. ഒരുപാട് മലയാള സിനിമകൾ ആനകളെ ഉപയോഗിക്കാറുണ്ട്. ഒരേ ആനകളെ തന്നെ പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്.
തിരുവമ്പാടി തമ്പാൻ, അജഗജാന്തരം, പഞ്ചവർണ്ണ തത്ത, കുംകി, ഹാത്തി മേരെ സാത്തി, പാൾത്തു ജാൻവർ പോലെയുള്ള ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ച ഒരു ആനയാണ് നടക്കൽ ഉണ്ണികൃഷ്ണൻ എന്നു പേരുള്ള ആന. ഇതുപോലെ പല സിനിമകളിൽ ഉപയോഗിച്ച ഒരേ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.